ഹായ് എവരിവൺ. ജൂലൈ 2025 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. പ്രോസ്പെക്ടസും എലിജിബിലിറ്റി കണ്ടീഷനും അടക്കമുള്ള ഡീറ്റെയിൽസ് നോക്കാം. അതോടൊപ്പം തന്നെ ഐപ്ലസിന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള ഈ ജൂലൈ ബാച്ച് ലക്ഷ്യമാക്കി ഉള്ള കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 13ഓളം സബ്ജക്റ്റുകളിൽ കോച്ചിങ് അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് ഇപ്പോൾ. ഏർലി ബേർഡ് ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 28/4/2025 ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് 28 വരെയും നടത്താം. അതുപോലെ ഓർക്കുക, 29/4/2024 31/5/2025 ഇടയിലുള്ള OBC NCL സർട്ടിഫിക്കറ്റ് വേണമെന്നും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അത് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യമാണ്. OBC NCL സർട്ടിഫിക്കറ്റ് ഈ മെയ് 31 ഒരു വർഷ കാലയളവിനുള്ളിലേത് ആവശ്യമായിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ എഴുതി പോകുന്നത് കാണാം. നിങ്ങൾക്ക് lbs.edp.lbscenter.in സെറ്റ് ജൂൽ 2025 എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ ഇത് കാണാൻ സാധിക്കുന്നതാണ്. 29/4/24 31/5/2025 ഈ ഡേറ്റിന്റെ ഇടയിലാവണം. LBS ജൂലൈ സെറ്റ് 2025 എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് എത്താം. പരീക്ഷയുടെ ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. എഡിറ്റിങ്ങിന് 2 ദിവസം 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 11 മണി തൊട്ട് രാവിലെ 11 തൊട്ട് മിഡ് നൈറ്റ് വരെയാണ് സമയം നൽകിയിട്ടുണ്ട്. അഡ്മിഷൻ ടിക്കറ്റും ഡേറ്റ് ഓഫ് ടെസ്റ്റും ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പ്രോസ്പെക്ടസിന്റെ പേജിലേക്ക് പോകാം. അവിടെയും സ്ഥിരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഈ പരീക്ഷയ്ക്ക് എഴുതാനായിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷൻ എന്താണെന്നുള്ളത്. എലിജിബിലിറ്റി കണ്ടീഷന്റെ ഭാഗമാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഇനീഷ്യലായിട്ട് ടേബിൾ ഓഫ് കണ്ടന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്തൊക്കെയാണ് സബ്ജക്റ്റുകൾ ഇത്തവണത്തെ സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നും ഓർക്കുക. വളരെ കുറച്ച് പേരുള്ള ചില സബ്ജക്ട് കോഡുകൾക്ക് എക്സാം നടത്തുന്നുണ്ടാവില്ല, എങ്കിലും പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകൾക്കും ഉണ്ടാവും. 2 പേപ്പറുകളായിട്ടാണ് ഉള്ളത്. 120 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഐപ്ലസിന്റെ കോഴ്സുകളുടെ ഭാഗമായിട്ട് ഫ്രീലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡെയിലി 5 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും പേപ്പർ 1 നിന്നുള്ള ടെസ്റ്റും പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എലിജിബിലിറ്റി കണ്ടീഷൻ 50% മാർക്കാണ്. അതുപോലെ BEd ആവശ്യമാണ്. പല സബ്ജക്റ്റുകൾക്കും BEd ആവശ്യമായിട്ട് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ആന്ത്രപ്പോളജി, കൊമേഴ്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും സബ്ജക്റ്റുകൾ ഉള്ളവർക്ക് BEd ഇല്ലെങ്കിലും നിങ്ങളുടെ PG ഫൈനൽ ഇയർ ആണെങ്കിലും അപ്ലൈ ചെയ്യാം. മറ്റ് സബ്ജക്റ്റ് ഉള്ളവർക്ക് അവർക്ക് BEd ഉണ്ടെങ്കിൽ PG ഫൈനൽ ഇയറും, അതുപോലെ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ BEd ഫൈനൽ ഇയർ ആവുമ്പോഴും BEd ഫൈനൽ ഇയറോ അല്ലെങ്കിൽ PG ഫൈനൽ ഇയറോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം ഓർക്കുക. കൊമേഴ്സ് പോലെയുള്ള ചില സബ്ജക്റ്റുകൾക്ക് BEd ആവശ്യമില്ല. അവരുടെ സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനോ സെറ്റ് പരീക്ഷ എഴുതാനോ എന്നുള്ള കാര്യം ഓർക്കുക. ജോലിയുടെ ആവശ്യത്തിനുള്ള ഒരു എലിജിബിലിറ്റി എന്നുള്ള നിലയിൽ മാത്രമാണ് BEd ഈ സ്പെസിഫിക് സബ്ജക്റ്റുകാർക്ക് ആവശ്യമായിട്ട് വരുന്നത്. പഠനത്തോടൊപ്പം തന്നെ ഇത് പാസ്സാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട് ഓഫ് മാർക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. പേപ്പർ 1-നും പേപ്പർ 2-നും 40% വീതമാണ് ജനറൽ കാറ്റഗറിയിൽ വേണ്ടത്. 2 പേപ്പറിനും കൂടി ഓവറോൾ 40 പോരാ, 48%, അതായത് 115.2 116 മാർക്ക് വേണ്ടി വരും. 40% എന്ന് പറയുമ്പോൾ 48 മാർക്ക് വീതം വേണം. കാര്യം 2 പേപ്പറിനും 120 ചോദ്യങ്ങളാണ്. OBC നോൺ ക്രിമി ലെയർ ആണെങ്കിൽ 35% മതി. ഇൻഡിവിജ്വൽ ആയിട്ട് 2നും കൂടി ക്യുമുലേറ്റീവ് ആയിട്ട് 45 വേണം. ഡിഫറൻറ്റ്ലി ഏബിൾഡ് SC/ST കാൻഡിഡേറ്റ്സിന് 35% മതി. ഓവറോൾ 40% മതി എന്നുള്ള കാര്യം ഓർക്കുക. മറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പ്രോസ്പെക്ടസിനെ ബേസ് ചെയ്തൊരു ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. നമ്മൾ ഫർദർ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. പഠനം നേരത്തെ തുടങ്ങുക. ഇഫക്റ്റീവായിട്ട് ഇനിയിപ്പം മുന്നിൽ പഠിക്കാൻ മെയ്, ജൂൺ, ജൂലൈ 3 മാസം പരമാവധിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ സമയം ഒട്ടും പാഴാക്കരുത്. നന്നായിട്ട് പഠിച്ച് മികച്ചൊരു വിജയം നേടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.